ഇനി നീ മഹിയോടൊപ്പം കാറിൽ കറങ്ങുന്നത് കണ്ട വീണ്ടും നിന്റെ അച്ഛനോട് പറഞ്ഞിട്ട് എന്നെ സ്റ്റേഷനിൽ കയറ്റുമായിരിക്കും അല്ലേ? ഇനി നീ മഹിയോടൊപ്പം കാറിൽ ഒന്നിച്ച് യാത്ര ചെയ്യുന്നത് ഞാൻ കണ്ട അന്ന് നിന്നെ ഞാൻ കൊന്നുകളയും. എന്തായാലും പഴയ എഡിഷനും പുതിയ എഡിഷനും ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. ഇറ്റ്സ് ഓക്കെ. ഞാൻ ക്യാൻറ്റീനിലേക്ക് പോവാ. കല്യാണി വരുന്നോ? ഒരു ചായ കുടിക്കാം. സാറുമാ? അത് വേണ്ട, ഞങ്ങളിപ്പം വീട്ടിൽ നിന്ന് ചായ കുടിച്ചതേ ഉള്ളൂ. ചിന്നുവാ. ഹരികൃഷ്ണൻ സിനിമ പോലെ ആവോളയാ. പോടാ. സർ, സാറിനെ പ്രിൻസിപ്പൾ വിളിക്കുന്നു. ആ ദക്ഷയും കൂട്ടരും ക്ലാസ്സിനുള്ളിൽ തന്നെ വലിച്ചു കയറുമല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് എനിക്കൊരു ടെൻഷൻ. ഞാൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അവിടെ അത്ര പ്രോബ്ലം ഉണ്ടാക്കില്ലായിരുന്നു. അല്ല, അതോർത്ത് സാറ് വിഷമിക്കണ്ട. ദക്ഷ കല്യാണി ഒന്നും ചെയ്താൽ ഞാൻ നോക്കിക്കോളാം സാർ. സാറ് സമാധാനമായിട്ട് പ്രിൻസിപ്പലിന്റെ ഓഫീസിലേക്ക് പോക്കോ. നിശാന്ത് എന്താ ചായ കുടിച്ചില്ലേ? നിങ്ങളില്ലാതെ എന്ത് ചായ സാർ? അല്ല, നീ ഇങ്ങനെ എപ്പോഴും ഉണ്ടാവില്ലെന്ന് ഓർക്കുമ്പോഴാണ് എനിക്കൊരു സമാധാനം. ഇവിടെ വിട്ട് എങ്ങോട്ടേക്ക് മാറല്ലേ? ഏയ് ഇല്ല സാർ. പ്രിൻസിപ്പലിനെ ഇപ്പൊ തന്നെ കാണുന്നുണ്ടോ? ആ, ഇപ്പൊ തന്നെ കൂട്ടിക്കൊണ്ട് പോകാനാ പറഞ്ഞേ. താൻ നടക്ക്. നമുക്ക് ആദ്യം ക്യാൻറ്റീനിലേക്കൊന്ന് പോവാം. അവിടെ ചെന്ന് ഒരു ചായയും സ്നാക്സും കഴിച്ചിട്ട് ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ അല്ലേ? അല്ല, അപ്പൊ നേരത്തെ ചായ കുടിച്ചു എന്ന് പറഞ്ഞതോ? ആ, അതപ്പോഴല്ലേ. നിശാന്ത് വാ. താൻ എന്താണ് നോക്കിക്കുന്നേ? ഞാൻ വന്നോളാം. പൊക്കോ. ശരി. ഒരു നിശാന്ത്. ഒന്നുമില്ല. ദക്ഷിതേ, മടി. നീ എന്തിനാ ഒരേ സബ്ജക്റ്റിന്റെ 2 പുസ്തകങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നെ? അബദ്ധം പറ്റിയതായിരിക്കും. ഇംഗ്ലീഷ് ശരിക്കും വായിക്കാൻ അറിയാത്തത് കൊണ്ട് 2 പുസ്തകമാണെന്ന് വിചാരിച്ച് ഒരേ പുസ്തകം മേടിച്ചതായിരിക്കും. പാവം. ഇത് പുതിയതല്ലല്ലോ, ഇതിന് കുറച്ച് പഴക്കമുണ്ടല്ലോ. അതുവഴി അങ്ങ് പോയാ മതി. നിങ്ങൾ അവിടെ ചെന്നിട്ട് പറഞ്ഞാ മതി. ശരി, ഞാൻ എന്താന്ന് വെച്ചാൽ ചെയ്തോളാം. മേഡം. എന്നാ നിങ്ങൾ ചെന്നോ. ശരി. മഹി, ഒരു പ്രധാനപ്പെട്ട ചുമതല മഹിയെ ഏൽപ്പിക്കാൻ ഞാൻ മഹിയെ കാണാൻ വരുമായിരുന്നു. എന്താ മേഡം? ഇപ്പൊ തന്നെ നിങ്ങൾ ഒരുവിധം എല്ലാ ദിവസങ്ങളിലും എക്സ്ട്രാ പീരീഡ് വരുന്നുണ്ട്. ഗസ്റ്റ് ലെക്ചർ ആയിട്ട് കൂടി ഒരുപാട് സ്ട്രെയിൻ എടുക്കുന്നുണ്ടെന്നും അറിയാം. അത് ഞാൻ ആരുടെയും പ്രഷർ കൊണ്ട് ചെയ്യുന്നതല്ല മേഡം. നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളുടെ ഭാവി നമ്മൾ തന്നെ നോക്കണ്ടേ? നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ സപ്പോർട്ട് കൊടുക്കുന്നു, അത്ര തന്നെ. യു ആർ കറക്റ്റ്. ഈ ആത്മാർത്ഥതയാണ് എല്ലാ അധ്യാപകർക്കും വേണ്ടത്. ഈ ജോലി ഭാരത്തിന് മുകളിൽ ഒരല്പം ഭാരം കൂടി കയറ്റി വെക്കാൻ പോവുകയാണ് ഞാൻ.
മാം പറഞ്ഞോളൂ. എന്നെ കൊണ്ട് സാധിക്കുന്ന എന്ത് സപ്പോർട്ടും ഞാൻ തരാം. മഹിക്ക് അറിയാമല്ലോ, നമ്മൾ ഇത്തവണ കോളേജ് ഡേക്ക് ഒരു നാടകം അവതരിപ്പിക്കുന്നുണ്ട്. ആ അറിയാം മാം, റോമിയോ ആൻഡ് ജൂലിയറ്റ് അതല്ലേ? അത് ഒരു അടിപൊളി റൊമാൻറ്റിക് സ്റ്റോറിയാ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. നല്ല ടീനേജ് ലവ് സ്റ്റോറി അല്ലേ? നിങ്ങളത് പറയുന്ന എനിക്ക് വ്യക്തമായിട്ട് അറിയാം. നിങ്ങളും ഏതാണ്ട് കോളേജ് പ്രായത്തിലുള്ള ഒരു അധ്യാപകനല്ലേ, അതുകൊണ്ട് കുട്ടികളുടെ ടേസ്റ്റ് നിങ്ങൾക്ക് നല്ല പിടിയുണ്ടാവും. ഞാൻ ആ നാടകത്തിന്റെ എല്ലാ ചുമതലകളും മഹി ഏൽപ്പിക്കുക. ഏറ്റു മാം. നാടകത്തിന്റെ എല്ലാ ചുമതലകളും ഞാൻ ഏറ്റെടുത്തോളാം. ആ പിന്നെ നാടകം സംവിധാനം ചെയ്യാൻ വരുന്ന ആളിന്റെ ഒരു ആരാധകൻ കൂടിയാണ് ഞാൻ. അദ്ദേഹത്തിന്റെ കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം തന്നെ ഒരു വലിയ കാര്യമല്ലേ? അതിന് മേഡത്തിനോട് എനിക്ക് നന്ദിയുണ്ട്. ഗുഡ്. എങ്കിൽ ഇതിന്റെ ജോലികൾ കൂടി മഹി തുടങ്ങിക്കോളൂ. ശരി മാം. മഹി ഒരു റെയർ സ്പീഷ്യസാ. എന്ത് ജോലി പറഞ്ഞാലും പുഞ്ചിരിയോടെ ഏറ്റെടുത്ത് ആത്മാർത്ഥമായി ചെയ്യുന്ന അപൂർവ ഇനം പേഴ്സണാലിറ്റി. മഹി കോളേജിൽ കിട്ടിയത് ഒന്നോർത്താൽ ഒരു ഭാഗ്യ. വിത്ത് ലവ്, മഹി. ഓ, വിത്ത് ലവ് മഹി. ഇത് മഹി സാറിന്റെ ബുക്കല്ലേ? അതെ, ഇത് സാറ് പഠിച്ചിരുന്ന പുസ്തകമാ. ഇനി എനിക്കിത് ഉപകാരപ്പെടുമെന്നും പറഞ്ഞു തന്നതാ. സാർ ഇത് നിനക്ക് തന്നു വെച്ച് നീ എന്തിനാ ഇത് വാങ്ങിച്ചത്? ഇത് ലവ് ലെറ്റർ അല്ലല്ലോ, ലോ ബുക്കല്ലേ? പഠിപ്പിക്കുന്ന അധ്യാപകൻ പഠിക്കാനുള്ള പുസ്തകം തരുമ്പോ അത് നിഷേധിക്കുന്നത് എന്തിനാ? ഇത് ഞാൻ നിനക്ക് തരുന്ന ലാസ്റ്റ് വാർണിംഗാ. ഇനി നീ മഹിയോടൊപ്പം കാറിൽ കറങ്ങുന്നത് കണ്ട വീണ്ടും നിന്റെ അച്ഛനോട് പറഞ്ഞിട്ട് എന്നെ സ്റ്റേഷനിൽ കയറ്റുമായിരിക്കും അല്ലേ? ഇനി നീ മഹിയോടൊപ്പം കാറിൽ ഒന്നിച്ച് യാത്ര ചെയ്യുന്നത് ഞാൻ കണ്ട അന്ന് നിന്നെ ഞാൻ കൊന്നുകളയും. വാടി.